ഒരു 15 പേര് ചേർന്നാണ് ഈ കാണുന്ന ട്രെയിലറിൽ ഉൾക്കൊള്ളുന്ന സിനിമ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഞാൻ മഹേഷുമായിട്ട് സംസാരിച്ചത് അതായിരുന്നു. ഒന്ന്, ഈ രതീഷിന്റെ ഇപ്പൊ അശ്വിൻ പറഞ്ഞ പോലെ മെട്രോ പോലെ നീളുന്ന അവന്റെ ക്രെഡിറ്റ് ലിസ്റ്റ്. അതിന് കാരണം നമ്മളവിടെ ഒരു ചായക്ക് $10 കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. എല്ലാം നമ്മൾ ചെയ്യുക, എല്ലാരും എല്ലാം ചെയ്യുക, ഒരുപാട് ഒഴിവാക്കാൻ ശ്രമിച്ചൊരു സിനിമയാണ്. ഇവർ 6 മാസം 7 മാസം എന്റെ നിരന്തരം ഫോൺ കോളുകളുടെ ഒടുവിൽ എന്റെ ഭാര്യ പറഞ്ഞു, സാറ് അല്ലെങ്കിലും ഇവിടെയും കുറെ പൊട്ടപ്പടമൊക്കെ ചെയ്യുന്നില്ലേ, അതിന്റെ കൂട്ടത്തിൽ കണ്ടാൽ മതി ഇത്. അങ്ങനെ ഞാൻ വേറൊന്നും കൊണ്ടല്ല, എന്റെ സ്ക്രിപ്റ്റോ ഒന്നുമല്ല എന്റെ പ്രശ്നം. നീ ന്യൂയോർക്ക് വരെ 18 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരിക്കണമല്ലോ എന്നാലോചിക്കുന്നു. എന്റെ ഫ്ലൈറ്റിൽ ഒരു ബ്രേക്കിംഗ് പോയിന്റ് 8 മണിക്കൂറൊക്കെയാണ്. യൂറോപ്പ് ലണ്ടനൊക്കെ വരെ ഓക്കെ. അതിനപ്പുറം പിന്നെ ഒറ്റയ്ക്ക് ബാക്കി ഫ്രണ്ട്സ് ഉണ്ടാവും, റെലീസ് ഉണ്ടാവും, അല്ലെങ്കിൽ രാജ് ഉണ്ടാവും, അങ്ങനെ സുഹൃത്ത് രാജു ഉണ്ടാവും, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ഫാമിലി ഉണ്ടാവും. ഇതൊന്നുമില്ല, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണ്ടെന്ന് ആലോചിച്ചിട്ട് പറ്റാവുന്ന എക്സ്ക്യൂസുകളൊക്കെ ഞാനത്ര മാർക്കറ്റിലുള്ള നടനല്ല, എന്നെക്കാൾ കൊള്ളാവുന്ന എത്രയോ നടന്മാർ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഇതിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഭാഗ്യമോ നിർഭാഗ്യമോ അവരുടെ ഞാനായി. പിന്നെ അവിടെ ചെന്നപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാവരുടെയും ഡയലോഗുകൾ അറിയാവുന്ന ഒരു സ്ക്രിപ്റ്റ്. രേഖയ്ക്ക് രാജീവ് ഡയലോഗ് അറിയാം, സുനിത്തിന് പിന്നെ ശ്യാമിന്റെ ഡയലോഗ് അറിയാം. അപ്പൊ അത്രയും വെൽ വേഴ്സ്ഡ് ആയിരുന്നു അവർ ഈ സിനിമയിൽ. കാരണം നമ്മള് എപ്പോഴൊക്കെയോ ടേക്കൺ ഫോർ ഗ്രാൻഡ് ആയി കണ്ട ഈ മാധ്യമം നമുക്കൊക്കെ ഈ നമ്മുടെ നമ്മുടെ ഫോർമാറ്റീവ് ഇയേഴ്സിൽ, ഇപ്പൊ പാർവതി ബസിന്റെ അഭിനയിച്ച പോലെ നമ്മുടെ ഫോർമാറ്റീവ് ഇയേഴ്സിൽ നമ്മളൊരു കോക്ടെയിൽ ചെയ്യുമ്പോഴോ തിരക്കഥ ചെയ്യുമ്പോഴോ ബ്യൂട്ടിഫുൾ ചെയ്യുമ്പോഴോ ഒക്കെ ഉണ്ടാവുന്ന ഒരു ഇന്റൻസിറ്റി ഉണ്ട് നമ്മുടെ ആഗ്രഹത്തിന്. അത് പതുക്കെ വെയിൻ ചെയ്ത് പോരുന്നാണ് പറയാറുള്ളത്. പക്ഷെ സത്യസന്ധമായി പറഞ്ഞാൽ വെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ വെയിൻ ചെയ്യാത്ത ഒരു ഇന്റൻസിറ്റിയും പാഷനും കമ്മിറ്റ്മെന്റും ഒക്കെയുള്ള ഒരു സംഘം ചെറുപ്പക്കാരികളെയുമാണ് ഞാനിവിടെ കണ്ടത്. ദാറ്റ് ഇൻ ടേൺ എന്റെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ടേക്ക് അവേ എന്ന് പറയുന്നത് that sort of rekindled my interest in cinema acting. കാര്യം എഴുതാനും സംവിധാനം ചെയ്യാനും ഒക്കെ ഇപ്പോഴും അതേ ഇത് എന്നിലുണ്ട്. പക്ഷെ ഒരു ആക്ടർ എന്ന രീതിയിൽ I was lagging behind. ഒരു റിന്യൂഡ് എനർജി എനിക്ക് ഈ കുട്ടികളെ തന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഇവരെല്ലാം തന്നെ 10 മണിക്കൂർ ജോലി ചെയ്യുന്ന ആളുകളാണ്, ഒന്നൊഴിയാതെ. ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും തന്നെ അവർക്ക് ഒരു 9 to 5 ജോബുള്ള വളരെ വലിയ പദവികളിൽ ഇരിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം. ഒരുപക്ഷെ ഇവിടുത്തെ ഒരു സാധാരണ ആക്ടറേക്കാൾ മാസശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. പിന്നെ ഇവര് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ധനം കണ്ടെത്തിയ മാർഗം അതൊക്കെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് കമ്പ്യൂട്ടർ ലോഗരിതമിലൊക്കെ നമുക്ക് വെച്ചാൽ നല്ലൊരു മൊഡ്യൂളാവും ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക്. അത്രയും പ്ലാൻഡ് ആയിരുന്നു ഈ കുട്ടികൾ. ഇതിന്റെ ഫിനാൻഷ്യൽ ആസ്പെക്ട് അതൊരു ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ചും ഇന്നത്തെ മലയാള സിനിമയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു സിനിമയുടെ റിട്ടേൺസ് ഉണ്ടാവുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന സമയത്ത്. And I had a beautiful time in New York. അതെ, ആദ്യ പടി എന്ന് പറയുന്നത് ഞാനവിടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് കുളിച്ച് വെളിയിൽ വന്നപ്പോൾ 3 വെടിവെച്ചായിരുന്നു കേൾക്കുന്നത്. ഞാനിത് പടക്കം പൊട്ടിക്കുന്നത് ന്യൂയോർക്കിൽ ഈ സമയത്ത് എന്ന് പറഞ്ഞപ്പോഴേ ഇവരെല്ലാം രതീഷും ശ്യാമും സുനിത്തും എല്ലാം കൂടെ കയറി വരുന്നു. ഞാൻ ചെന്നോട് ഇവിടെ പടക്കം പൊട്ടിച്ചു. അപ്പോഴേക്കും താഴെ പോലീസൊക്കെ വന്ന് നിറയുന്നുണ്ട്, 10-20 കാറൊക്കെ വന്ന് നിറയുന്നുണ്ട്. എന്തോ ഒരു ഇതുണ്ടായിട്ടല്ലോ, എന്താ പ്രശ്നം എന്ന് പറഞ്ഞപ്പോ വളരെ കാഷ്വലായിട്ട് ഞാൻ പറയുന്നു, അത് അവിടെ എങ്ങാണ്ട് അതിനെ വെടിവെച്ച് വന്നതാണ്. ഫസ്റ്റ് ഡേ ആണ് അമേരിക്കയിൽ ചെന്നിറങ്ങിയത്.
ഓൾമോസ്റ്റ് ഇറ്റ് വാസ് എ റിമൈൻഡർ ഓഫ് വാട്ട് ഐ ഹാവ് സൈൻഡ് അപ്പ് ഫോർ. അപ്പുറത്തെ മോളിൽ ഒരു ഷൂട്ടിംഗ് നടന്നതാണ്. ഇതിനുശേഷമുള്ള 50ഓളം ദിവസങ്ങളിൽ കണക്റ്റിക്കട്ടിലും ന്യൂയോർക്കിലുമുള്ള എത്രയോ ഡൈനേഴ്സിൽ ഞങ്ങൾ രാത്രി 3 മണിക്കും 4 മണിക്കും ഒക്കെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ഏതോ ഒരു തോക്കിൻ മുന നമ്മളിലേക്ക് നീളുന്നത് നമ്മളിങ്ങനെ സ്വപ്നങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നു. Notwithstanding that, it was a very beautiful experience to be with these very talented youngsters. And അതാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന സിനിമ. ഇവരുടെ 4 വർഷത്തെ അധ്വാനം. എല്ലാ സിനിമയും ഒരുപാട് അധ്വാനമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഒരു 9 to 5 ജോലിയുള്ള ഒരു സംഘം ആളുകൾ ചേർന്ന് അമേരിക്കയിലിരുന്ന് സിനിമയുമായി ഒരു അർത്ഥത്തിൽ കുലബന്ധം പോലും ഇല്ലാത്ത കുറെ ആളുകൾ അവര് ചേർന്നൊരുക്കിയ സിനിമയാണെന്ന് പറയുമ്പോൾ ഈ ട്രെയിലറിന് ഈ സിനിമയ്ക്ക് ഒരു അസാധ്യ കേടി കൊടുക്കാതെ പറ്റില്ല. And also thanks to Ivy, thanks to Mahesh Narayanan, Vedan, Nitya for coming, and Dilsha, my heroine in Cinderella. So thank you so much. It was a lovely evening. Thank you so much for taking so much time from your busy schedules. Thank you. നമ്മുടെ ലാൽ സാറ് വന്നിട്ടില്ല ഇവിടെ. അപ്പൊ സാറിനെ കുറിച്ച് ലാലിനെ കുറിച്ചോ എന്ത് സിദ്ദിഖ് ലാലിനെ ലാലിനെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ്? സാർ വന്നിട്ടില്ല, ഫീൽ ചെയ്യാം. പുള്ളി വയ്യാതെ എടുക്കണം, അല്ലെങ്കിൽ ഉറപ്പായിട്ടും വന്നേനെ. ലാൽ സാറിന് എനിക്കും ലാലാട്ടും എനിക്കായിട്ട് കോമ്പിനേഷൻസ് ഇല്ല ഈ സിനിമയില്. ബട്ട് ഞങ്ങള് അത് ഈ രതീഷിന്റെ ഒരു സ്ക്രിപ്റ്റിങ്ങിന്റെയും എഡിറ്റിങ്ങിന്റെയും ഒക്കെ ഒരു ഇതുകൊണ്ട് ഞങ്ങള് ഒരേ സീനിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഷോട്ട്സ് ഇല്ലായിരുന്നു. അല്ലാതെ തന്നെ ഏറ്റവും അധികം എന്താണ് നമ്മള് ഓൺ ദ സ്പോട്ട് കോമഡി എവിടുന്ന് വരുന്നു എന്നറിയാൻ പറ്റാത്ത ആളുകളിലാണ്. അപ്പൊ അദ്ദേഹം എപ്പോഴും ഒരു ഇതാണ് നമ്മള് സെറ്റിൽ കാണുന്ന ലാൽ എന്ന് പറയുന്നത് ഫുൾ ഓൺ കോമഡി ഉള്ള ഒരാളും, സ്ക്രീനിൽ നമ്മളിപ്പോ കാണുന്ന ഒരു റിട്ടയർഡ് ഡോൺ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വളരെ എളുപ്പം സാധ്യമായിട്ടുള്ള ഒരാളാണ്. സോ ഇറ്റ്സ് എ പ്രിവിലേജ് ടു വർക്ക് വിത്ത് ഹിം. നമ്മുടെ ക്രൂവിനെ എല്ലാം വെൽക്കം ചെയ്യുന്നതിന് മുന്നേ, ചേട്ടൻ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു സീക്രട്ട് ചോദിക്കാനുണ്ട്. കുറച്ച് നാളായിട്ട് ചോദിക്കണമെന്നായിരുന്നു. അല്ലാണ്ട് നേരിട്ട് കാണുമ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ തല്ലിട്ടിയാലോ. ഇപ്പോഴാകുമ്പോഴത്തേക്കും ചേട്ടൻ ചെയ്യില്ല എന്നുള്ളതായിരുന്നു. ഈ തൊപ്പിയുടെ രഹസ്യം എന്താ? മിക്കപ്പോഴും ചേട്ടൻ തൊപ്പിയിൽ കാണുന്നുണ്ട്. പാട്ടിലും ഞാൻ കണ്ടു, മിക്കപ്പോഴും ചേട്ടൻ തൊപ്പിയിൽ കാണുന്നുണ്ട്. കൃത്യമായിട്ട് അനുസരണയില്ലാത്തൊരു മുടിയായി മാറിയിരിക്കുന്നു, അതുകൊണ്ട് നിൽക്കുന്നു. ഞാൻ തൊപ്പി കാണിച്ചത് കഷ്ണയായിട്ടില്ല, അതല്ലേ ഉദ്ദേശം? ആയിട്ടില്ല, ഇതുവരെ ആയിട്ടില്ല. എന്തായാലും ചേട്ടാ, നമ്മുടെ മീഡിയക്ക് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനു മുന്നേ നമ്മുടെ ടീമിനെ എല്ലാവരെയും ജോയിൻ ചെയ്യിപ്പിക്കാം. ഫുൾ ടീം ഓഫ് ചെക്ക്മേറ്റ്, പ്ലീസ് ജോയിൻ us. ഈ സമയത്ത് we have to remember some names. ഈ സിനിമയിൽ ഇവരെക്കാളും ചിലപ്പോൾ രതീഷിനെക്കാളും ഒക്കെ ഉറക്കമൊഴിച്ചിട്ടുള്ള ആളുകൾ അവിടെ അമേരിക്കയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സെൽഫ്ലെസ് ആണ്. കാരണം അവരുടെ പേര് പോലും ഇതിനകത്തില്ല. പേര് പോലും നിങ്ങൾ ശ്രദ്ധിക്കാൻ ഏറ്റവും അടിത്തട്ടിൽ കുറെ പേരുകളിൽ ഒരാൾ മാത്രമാവും എന്ന് ഉറപ്പുണ്ടായിട്ടും ഈ സിനിമയ്ക്ക് വേണ്ടി അവരുടെ എല്ലാം ത്യജിച്ചു നിൽക്കുന്ന സൗമ്യ, ബാല, മൈ ഡിയർ ശ്യാം, അങ്ങനെ ഒരുപാട് പേർ. സ്വപ്നീൽ ഇസ് ദേർ, ശിവ, അഞ്ജലി വന്നിട്ടില്ല അല്ലെ, അഞ്ജലി couldn't make it. അങ്ങനെ ഒരുപാട് പേര് ഇതിന്റെ പിന്നിലുണ്ട്. അവർക്കെല്ലാം the whole team of Checkmate, and from the whole team of Checkmate, thank you so much for being here. It was a lovely evening with you all. Thank you. മീഡിയക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക്മേറ്റ് ടീമിനോട് ചോദിക്കാവുന്നതാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളായി 36 ഇന്റർവ്യൂകൾ കൊടുത്ത സ്ഥിതിക്ക് ഇനി മീഡിയക്ക് എന്നോടോ ഇവരോടോ ഒന്നും ചോദിക്കാനുണ്ടാവില്ല. ഞാനൊരു ചോദ്യം ചോദിച്ച് വൈകിട്ടെ എന്റെ ഒരു ചോദ്യം കേട്ടാ എനിക്കറിയാം, എനിക്ക് ഓക്കെ. ചേട്ടൻ ഇതിൽ നായകനാണോ വില്ലനാണോ? കുപ്പിയെടുത്ത് തലക്കടിക്കുന്നത് കണ്ടു, കൂടെ നടന്ന് പാട്ട് പാടുന്നതും കണ്ടു. ഇതില് നായകൻ
രേഖയും നായികകളും പോരെ? കറക്റ്റല്ലേ? നിങ്ങനെ കളിയാക്കിയതായിട്ടൊന്നും തോന്നിയിട്ടില്ലല്ലോ അല്ലേ? ശരി, അപ്പോ ചെക്ക്മേറ്റ് ടീം, ചെക്ക്മേറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് ഓഗസ്റ്റ് 8-ാം തീയതി എത്തുകയാണ്. സോ ഓൾ ദി ബെസ്റ്റ് ടീമിനും. ആൻഡ് താങ്ക് യു സോ മച്ച് ഞങ്ങളെ ജോയിൻ ചെയ്ത എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. The media have been so patient.